അപ്പോൾ ഞാൻ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന സബോള ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ 3 ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസുള്ള തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് 2 എടുത്താൽ മതിയാകും. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ എരിവിൻ്റെ ബാലൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഈ ഒരു തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് 3 വിസിൽ വരെ ഞാൻ കുക്കറിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു തേങ്ങയുടെ മിക്സ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതേപോലെ 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രണ്ടുമാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. അതുപോലെ അരപ്പിടിയോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു സമയം നമ്മുടെ കുക്കറിൽ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഉടയാത്ത തക്കാളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. കാരണം ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ടും കൂട്ടുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ ഒരു മിക്സും കൂടി ഈ ഒരു കറിയിലേക്ക് നന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി വരുമ്പോഴാണ് ഈ ഒരു കറിക്ക് പിന്നെയും കുറച്ചും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അങ്ങനെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഈ ഒരു കറിയുടെ മിക്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ. ഇത് നന്നായിട്ട് തിളച്ച് വരരുത്. കാരണം തിളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറി പിരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ചൂടാകുന്നോടെ വരെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ ഒരു കറി വന്നിട്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.